വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു വർഷമാട്ടെ, ഈ ഒരു വർഷം നല്ലൊരു വർഷമാട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി പോകുന്നത് 2 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം തോന്നി നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമല്ലോ, അന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്കും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ഇന്ന് ഈ റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രോഡക്റ്റ് വാങ്ങിച്ച വിബയുടെ കോട്ടക്കൽ വിബയുടെ ക്രീമാണ്, ആയുർവേദിക് ക്രീമാണിത്. അപ്പോൾ ഈ ക്രീം വന്നിട്ട് നമുക്ക് കോട്ടക്കലിൻ്റെ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനിലും കാണാം, ഓൺലൈനിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 65 രൂപയാണ്. ആൻഡ് 25 ഗ്രാമിൻ്റെ ക്രീമാണിത്. എന്നിട്ട് ഇതിൻ്റെ പാക്കിംഗ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ്. ആൻഡ് ഞാൻ ക്രീം കാണിച്ചു തരാം. ക്രീം വന്നിട്ട് ഒരു ട്യൂബ് ഫോമിലാണ് ഈ ക്രീം, ഇങ്ങനെ ഒരു ട്യൂബ് ഫോമിലാണ് കേട്ടോ ഈ ക്രീം വരുന്നത്. ഇങ്ങനെ ഇരിക്കും. ഞാൻ പാതി മുക്കാൽ ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ എൻ്റെ റിസൾട്ട്, എൻ്റെ സ്കിന്നിന് തോന്നിയ മാറ്റങ്ങൾ ഞാൻ പറയാം. എൻ്റെ സ്കിന്നിനുള്ള കറുത്ത പാടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ മാറ്റങ്ങൾ വന്നിട്ട് കറുത്ത പാട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിന് പിമ്പിൾസ് വരുന്ന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പിമ്പിൾസ് വരുന്ന ഇത് തടയുന്നുണ്ട് ശരിക്കും. എൻ്റെ സ്കിന്ന് നേരത്തെ ഒരു ഷെയ്ഡെങ്കിലും നല്ല കളർ വന്നിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. ഈ ക്രീം ഉപയോഗിച്ചാൽ ഇതൊരു വൈറ്റനിങ് ക്രീമാണ് എന്ന് പറയുന്നത്. ഏതൊരു ക്രീം ആയിക്കോട്ടെ, നമ്മുടെ സ്കിൻ ഉടനെ ഉടനെ വെളുത്ത് തുടുത്ത് നമ്മളങ്ങ് നല്ലപോലെ വൈറ്റൻ ആവും എന്ന് പറഞ്ഞാൽ അതൊന്നും ആവാൻ പോകുന്നില്ല. കാരണം എന്തൊരു ക്രീം ആയിക്കോട്ടെ 2-3 ഷെയ്ഡ് നമ്മുടെ സ്കിന്നിൽ ലൈറ്റനാക്കും, അതിൽ കൂടുതലൊന്നും ആക്കാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ക്രീം എനിക്ക് തോന്നിച്ചിട്ടുള്ളത്. 2-3 ഷെയ്ഡ് നമ്മുടെ കളർ വ്യത്യാസം വരും, അതിൽ കൂടുതലൊന്നും ഇത് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ക്രീം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു നൈറ്റ് ക്രീമായിട്ടാണ്. രാത്രിക്ക് നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല, മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ ഈ ക്രീം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും, ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ഡേ ക്രീമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നീ ഫേസിലൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഒന്നി പുറത്തെല്ലാം പോകണ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇട്ടുകൊണ്ട് പുറത്തൊന്നും പോലെ, കാരണം പിമ്പിൾസ് വരും. അപ്പം ഒരു ക്രീം വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒരു ക്രീമാണ്. ഓയിലി ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, സെൻസിറ്റീവ് ആയിക്കോട്ടെ, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന നല്ലൊരു ക്രീമാണ്. ആൻഡ് ഇതിൻ്റെ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചിട്ട് ഇത് എങ്ങനത്തെ കളറാണെന്നൊക്കെ. ഇത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കളറാണ്, ഒരു ലൈറ്റ് ഒരു യെല്ലോ കളറത്തെ ഒരു ക്രീമാണ്. ഇതുകൊണ്ട് ഇച്ചിരി എടുത്തിട്ട് നമ്മൾ രാത്രിക്ക് ഫേസ് നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്, എൻ്റെ കാര്യം ഞാൻ രാത്രിക്കാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. രാത്രിക്ക് നല്ലപോലെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇച്ചിരി പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്യുക, ഒരു 5 മിനിറ്റോളം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ക്രീം ഉപയോഗിക്കുന്ന മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ക്രീം ആയിക്കോട്ടെ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആയി കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ക്രീമോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് പെട്ടെന്ന് അബ്സോർവ് ആവാം. ആൻഡ് നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ക്രീമാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നമ്മുടെ പിമ്പിൾസ് ആട്ടെ, അതുപോലെ തന്നെ കറുത്തപ്പാടാട്ടെ, നമ്മുടെ സ്കിന്നിന് ഇച്ചിരി ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട്. നല്ലൊരു ക്രീമാണ്. പറ്റുകയാണെങ്കിൽ ഇതെല്ലാം ട്രൈ ചെയ്യുക. ഈ ഞാൻ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഹെയർ ഓയിലാണ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് കുറേ മാറ്റങ്ങൾ, എൻ്റെ മുടിക്ക് ഇച്ചിരി മാറ്റങ്ങൾ തോന്നി. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ഓയിലാണിത്. പേര് വന്നിട്ട് ഓൺ ആൻഡ് ഓണിൻ്റെ മഹാഭൃംഗരാജ് ഹെർബൽ ഹെയർ ഓയിലാണിത്. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് പറയാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 380 റുപ്പീസാണ്. ആൻഡ് 200 ml ഹെയർ ഓയിലാണിത്. ആൻഡ് ഇതിൻ്റെ ബോട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ്. ഇതിനകത്ത് നിറച്ച് വേരുകളാണ്. ആൻഡ് ഈ ബോട്ടിലിനകത്ത് നിറയെ കയ്യൂന്നിയുടെ വേരുകളാണ്, നിറച്ച് കയ്യൂന്നിയുടെ വേരുകളാണ്. അതിനകത്താണെങ്കിൽ എണ്ണ ഇരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ കയ്യൂന്നിയുടെ വേരിനകത്തുള്ള സത്യങ്ങളെല്ലാം ഈ എണ്ണയിലോട്ട് നല്ലോണം ഇറങ്ങി ചെല്ലും. ഇത് ഇരിക്കുന്നോറും ഇച്ചിരൂടെ എഫക്റ്റീവായാണ് വരുന്നത്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിന് ഇച്ചിരൂടെ ഗുണങ്ങൾ കിട്ടും. ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയറിന് ഇച്ചിരൂടെ ബെറ്റർ ബെനിഫിറ്റ് കിട്ടും. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന മുമ്പ് 2 മണിക്കൂർ മുമ്പ് ഈ എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലും നമ്മുടെ മുടിയുടെ ടിപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷാമ്പൂ, മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പൂ വെച്ചിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ആൻഡ് ഇത് നമ്മൾ വീക്കിലി ഒരു 3 പ്രാവശ്യം ഉപയോഗിക്കാം.
ആൻഡ് ഈ ഹെയർ ഓയിലിനകത്ത് ആൽമണ്ട് എക്സ്ട്രാക്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയറിന് നല്ലപോലെ സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ ഈ ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിന് നല്ലപോലെ ഹെയർ ഫോൾ കുറയ്ക്കാനും പിന്നെ നമ്മുടെ ഹെയറിനകത്ത് വരുന്ന ഡാമേജുകൾ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഡാൻഡ്രഫും കുറയ്ക്കും. ഒരു എണ്ണ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന പ്രിവെൻറ്റ് ചെയ്യാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഓയിലിൻ്റെ സ്മെല്ല് വന്നിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല്, നമ്മുടെ നല്ലൊരു സുഖമുണ്ട്, നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും നമുക്ക് തന്നെ. ആൻഡ് ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഹെയർ ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്, ഹെയറിന് നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ സ്കാൽപ്പിൻ്റെ ഇവിടെ ഒട്ടും മുടിയില്ലായിരുന്നു, മുടിയെല്ലാം പോയേക്കുവായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്കാൽപ്പിൻ്റെ അവിടെ ഇവിടെയും കൂടെ അപ്ലൈ ചെയ്യുവായിരുന്നു. ഇപ്പം നല്ലപോലെ അവിടെ ഹെയർ ഗ്രോത്ത് ആയി വരുന്നുണ്ട്. കാണാവോ നിങ്ങൾക്ക്? ഹെയർ ഗ്രോത്ത് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫും കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ ഓയിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹെയർ ഓയിലാണ്. ആൻഡ് ഈ ഒരു ഹെയർ ഓയിൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഈ ഹെയർ ഓയിൽ വേണമെങ്കിൽ ഒന്നി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഷെയർ ചാറ്റ് ID നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ആൻഡ് ഇത് ഓൺലൈനിൽ ഉണ്ടോ, ഈ ഹെയർ ഓയിൽ ഓൺലൈനിൽ ഉണ്ടോ എന്ന് ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഓൺലൈനിൽ ഉണ്ടോ എന്ന്. ഞാൻ ഇവിടെ നിന്ന് അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഈ ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ ഈ വിവാ ക്രീമും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയ എൻ്റെ ഇത് ബെനിഫിറ്റ് എത്രമാത്രം എനിക്ക് റിസൾട്ട് കിട്ടും അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടാറ്റാ.